വീട്ടുമുറ്റത്ത് വന്നിട്ടുള്ള ഒരു വിരുന്നുകാരിനെ കണ്ടോ? നമ്മുടെ വീട്ടുമുറ്റത്തെ ചെമ്പരത്തിയിൽ തേൻ കുടിക്കാൻ വന്നിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആണ്. നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈ ആണ്. എല്ലാ പൂവുകളിലും പോയിട്ട് തേൻ കുടിക്കലാണ്. മാറി മാറി കുടിക്കുന്നത് കണ്ട. ഒരു പൂവിൽ നിന്ന് മാത്രമല്ല കുടിക്കുന്നത്, എല്ലാ പൂക്കളിലും ചെന്നിരുന്നാണ് കുടിക്കുന്നത്. അപ്പോൾ പൂമ്പാറ്റക്ക് അറിയാം ഈ ഒരു പൂവിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള തേൻ കിട്ടില്ല. അതുകൊണ്ട് മാറി മാറി പോവല. ഇപ്പോൾ അപ്പുറത്തെ ഭാഗത്തോട്ട് പോയിട്ടാണ് ഉള്ളത്. എവിടെയാണ് പൂക്കളുള്ളതെന്ന് തിരഞ്ഞിങ്ങനെ നോക്കല. പൂമ്പാറ്റയെ കാണുന്നില്ല ഇപ്പോൾ. ഇതാ ഇവിടെയുണ്ട്, അപ്പുറത്തെ ഭാഗത്ത് വന്നിരുന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ ഒരു ബുദ്ധിമുട്ട് ആക്കാതിരുന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയായി തേൻ കുടിച്ചോളും. വലിയ പൂമ്പാറ്റയാണ്, ചെറുതല്ല, വലുതാണ്, കണ്ടില്ലേ? പേടിച്ചിട്ട് പറന്നു പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ വരുമോ അത്രേ, നമുക്ക് കാത്തിരിക്കാം, നോക്കാം. ഇതാ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. കണ്ട, തേൻ കുടിക്കുന്ന വേണ്ട. അധികം സംസാരിക്കുമ്പോൾ പറന്നു പോയി കളയും. അതുകൊണ്ടാണ് അധികം അടുത്തോട്ട് പോയിക്കൂടാ. ഞാൻ മുറ്റത്ത് ഇങ്ങനെ മുഴുവനായിട്ട് ചെമ്പരത്തി ഇങ്ങനെ നട്ട് വളർത്തിയിട്ടുണ്ട്. അത് ചെമ്പരത്തി നല്ലതാണ്. ഇപ്പോൾ കർക്കിടക മാസത്തിലൊക്കെ തേച്ച് കുളിക്കാനും അതിനൊക്കെ ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ നല്ല മുടിക്കൊക്കെ തേക്കാൻ വേണ്ടിയിട്ടുള്ള ഷാമ്പു പോലത്തെ താളി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനൊക്കെ ചെമ്പരത്തി ഇവിടെ നിന്ന് ഇങ്ങനെ ചെമ്പരത്തി നട്ട് വളർത്തിയിട്ടുണ്ട്, കണ്ടില്ലേ? കണ്ടോ, ഇതൊക്കെ ചെമ്പരത്തിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതുപോലെ ചെമ്പരത്തിയൊക്കെ നട്ട് വളർത്തുമ്പോൾ ചെറിയ ചെറിയ കുഞ്ഞി പക്ഷികൾ തേൻ കുടിക്കാൻ വേണ്ടി വരും. അതുപോലെ തന്നെ പൂമ്പാറ്റകൾ തേൻ കുടിക്കാൻ വരും. അതൊക്കെ കണ്ടിങ്ങനെ വീട്ടുമുറ്റത്ത് ഇരിക്കാൻ നല്ല ഭംഗിയാണ്, ഒരു രസമാണ്, കണ്ടില്ലേ? തേൻ കുടിക്കുന്ന സമയത്ത് ചില സമയത്ത് ഇങ്ങനെ ചിറകടിച്ചുകൊണ്ടായിരിക്കും കുടിക്കുക, ചില സമയത്ത് അനങ്ങാതിരിക്കും. വേണ്ട, ഇപ്പം ഇങ്ങനെ ചിറകടിച്ച് അങ്ങനെ അത് നിൽക്കാനുള്ള ഒരു അസൗകര്യം കൊണ്ടായിരിക്കും തോന്നുന്നു ഈ ചിറകടിക്കുന്നത്. ചില സമയത്ത് ഇപ്പോൾ നിൽക്കാൻ നല്ല സൗകര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ നല്ല ഭംഗിയിൽ തേൻ കുടിക്കലാണ്. നല്ല സന്തോഷത്തിലാണ്, നല്ല സന്തോഷത്തിലുള്ള ഇതാണ്. നല്ല വെള്ളയും കറുപ്പും കളറുള്ള ബട്ടർഫ്ലൈ ആണ്. വെള്ളയും കറുപ്പുമാണ്. പൂക്കൾ കുറേയൊന്നും ആയില്ല. ഇനി ഓണാകുമ്പോഴേക്ക് പൂക്കളാവണത്രേ, കണ്ടില്ലേ? കുറച്ച് പൂക്കളേ ഉള്ളൂ. ഒരു 5-10 പൂക്കൾ മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊക്കെ തേൻ കുടിച്ചു കഴിഞ്ഞു. ഇനി അധിക സമയം ഇവിടെ നിൽക്കാൻ സാധ്യതയില്ല, പോയി കളയും. ഓക്കേ.